ഹലോ ഫ്രണ്ട്സ്, EV ഡയറീസ് എന്ന് പറയുന്ന നമ്മുടെ ഒരു പുതിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനലിലൂടെ നമ്മൾ EV ഡ്രൈവേഴ്സിന് വേണ്ടിയിട്ട് ഒരു EV യാത്രയിൽ നമ്മൾ പോകുന്ന സമയത്ത് നമ്മുടെ എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യാൻ വേണ്ടിയും നമ്മുടെ ഓരോരോ ഇടത്തുള്ള ചാർജിങ് പോയിന്റ്സും അവിടെയുള്ള ചാർജിങ് സ്റ്റേഷൻസിൻ്റെ സ്പെഷ്യാലിറ്റീസും സൗകര്യങ്ങളെയും പറ്റിയ ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കാനായിട്ടാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ അല്ലെങ്കിൽ ഈ ചാനലിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ആദ്യത്തെ ഈ യാത്ര തിരുവനന്തപുരത്ത് നിന്നും തമിഴ്നാട്ടിലുള്ള കുംഭകോണം വരെ നമ്മൾ പോയിട്ട് റിട്ടേൺ നമ്മൾ ചെയ്യുവാണ്. നമ്മളൊരു ഫംഗ്ഷന് വേണ്ടി ഇവിടെ വന്നിട്ട് പോവുകയാണ്. അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ ട്രിവാൻഡ്രത്ത് നിന്ന് 5:30 മണിക്ക് യാത്ര സ്റ്റാർട്ട് ചെയ്തു. നമ്മളിപ്പോൾ ഏകദേശം നാഗർകോവിൽ വരെ എത്തി. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. ട്രിവാൻഡ്രത്ത് നിന്ന് നമ്മൾ 100% ചാർജിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അതിന് മുമ്പായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വെഹിക്കിൾ വന്നിട്ട് മഹീന്ദ്ര XUV 400 ആണ്. ഇതിനു മുമ്പ് യാത്രകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്, ബട്ട് അതൊന്നും ഒരു വിവരണത്തിലോട്ട് നമ്മൾ പോയിട്ടില്ല. ആദ്യമായിട്ടാണ് നമ്മൾ അതിനെ ഒരു ഡിസ്ക്രിപ്റ്റീവായിട്ട് നമ്മൾ ചെയ്യാം, ഒരു വ്ളോഗ് പോലെ ചെയ്യാം. അതെല്ലാവർക്കും ഉപകാരമായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചു. ഇതിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. നമ്മളിപ്പോൾ കന്യാകുമാരി ഹൈവേയിലൂടെ യാത്ര ചെയ്യുകയാണ്. ഇത് നമ്മളിപ്പോൾ യൂഷ്വലി നമ്മൾ ഈ യാത്ര നമ്മൾ പോകുമ്പോഴത്തേക്കും നമുക്കിപ്പോൾ വന്നിട്ട് ഏകദേശം 195 കിലോമീറ്റേഴ്സിൻ്റെ ചാർജ് ബാക്കിയുണ്ട്. ഇത് നമ്മൾ വന്നിട്ട് ഇപ്പോൾ തിരുനെൽവേലി സിറ്റിക്ക് അകത്തൊരു GRT റീജൻസി ഉണ്ട്. അവിടെയാണ് നമ്മൾ യൂഷ്വലി ചാർജ് ചെയ്യാൻ പോകാറ്. ഇത്തവണ സിറ്റിക്ക് അകത്ത് ഒരു 10 കിലോമീറ്റർ യാത്ര ചെയ്യേണ്ട എന്നുള്ള ഒരു ഇതിൽ തിരുനെൽവേലി ക്രോസ് ചെയ്ത് ഒരു ഗംഗൈകൊണ്ടാൻ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അവിടെ ഒരു ചാർജിങ് പോയിന്റ് ഉണ്ട്. അവിടെ നിന്ന് ചാർജ് ചെയ്യാമെന്നാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ട്രിവാൻഡ്രത്ത് നിന്ന് കുംഭകോണം പോകുന്ന വഴിക്ക് തിരുനെൽവേലി ക്രോസ് ചെയ്ത് ഗംഗൈകൊണ്ടാൻ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ വന്നിട്ട് ഹോട്ടൽ ആന്റണീസ് റെസിഡൻസി എന്ന് പറയുന്നൊരു ഹോട്ടലുണ്ട്. റോഡ് സൈഡിൽ തന്നെയാണ്, ഹൈവേയുടെ ഇത് തൊട്ട് അഡ്ജസ്റ്റൻ്റ് ആയിട്ട് തന്നെയാണ്. സിപ്കോട്ട് ഇൻഡസ്ട്രിയൽ പാർക്ക് കഴിഞ്ഞ് കുറച്ച് മുമ്പോട്ട് വരുമ്പോഴത്തേക്കും ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഈ ഹോട്ടൽ വരുന്നത്. ഈ ഹോട്ടലിൽ ഇവർ യൂസ് ചെയ്യുന്ന ചാർജിങ് പോയിന്റ് എന്ന് പറയുന്നത് EV ചാർജ് പാർട്ട്നേഴ്സ് എന്ന് പറയുന്ന ഒരു ചാർജിങ് പോയിന്റാണ്. ഇത് വന്നിട്ട് ഇവിടെ ഒരു 60 കിലോ വാട്ടിൻ്റെയും 50 കിലോ വാട്ടിൻ്റെയും 2 ഗണ്ണുണ്ട്. കുറച്ച് ബിസി ആയിട്ടുള്ള ഒരു പോയിന്റ് ആണെന്ന് തോന്നുന്നു. കാര്യം ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഒരു വണ്ടി ഉണ്ടായിരുന്നു, ഇപ്പോൾ ഒരു വണ്ടി കൂടി വന്നിട്ടുണ്ട്. അതും തമിഴ്നാട്ടിലുള്ള വണ്ടികളാണ്. ഈ ചാർജിങ് പോയിന്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ചാർജിങ് സ്റ്റാർട്ടിങ് ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ ആദ്യം എമൗണ്ട് ടോപ്പപ്പ് ചെയ്യണം. ടോപ്പപ്പ് ചെയ്തിട്ട് അതിനകത്ത് നമ്മൾ എത്ര രൂപയ്ക്കാണ് നമ്മൾ ചാർജ് ചെയ്യാൻ പോകുന്നത് എന്ന് പറയുന്നതും കൂടി സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് വേണം നമ്മൾ ചാർജിങ് സ്റ്റാർട്ട് ചെയ്യാൻ. അല്ലാതെ സ്കാൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ സ്കാൻ ചെയ്യാതെ തന്നെ ചാർജിങ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. ഇപ്പോൾ ചാർജിങ് പ്രോഗ്രസ്സിലാണ്. ഞാൻ ആ ഇൻസ്ട്രുമെൻറ്റും ക്ലസ്റ്ററും ഒന്ന് കാണിച്ചു തരാം. ഇവിടെ പിന്നെ കുറച്ചൊരു ലോണും എല്ലാം ഉണ്ട്. ബാത്റൂംസ് അത്യാവശ്യം നല്ല ക്ലീനാണ്. ഇവിടെ എല്ലാവർക്കും വിശ്രമിക്കാനും ഫുഡ് കഴിക്കാനും പിന്നെ ആക്ച്വലി ലോണിൽ കുറച്ച് റിലാക്സ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. കുറച്ച് ക്വയറ്റ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറാണ്. എൻ റൂട്ടിൽ ചാർജ് ചെയ്യാൻ പറ്റാവുന്ന സ്ഥലമാണ്. ഈ ലൊക്കേഷൻ്റെ ഈ ഹോട്ടലിൻ്റെ ലൊക്കേഷനും ഈ ആപ്പും ഈ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഇത് നോക്കുക എല്ലാവരും. താങ്ക് യു. ഗംഗൈകൊണ്ടാനിൽ ചാർജ് ചെയ്തിട്ട് അവിടെ നിന്ന് നമ്മൾ അടുത്തത് നമ്മുടെ യാത്ര വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. ഗംഗൈകൊണ്ടാനിൽ നമ്മൾ എത്തിയപ്പോഴത്തേക്കും നമുക്ക് 45% ചാർജ് ബാക്കിയുണ്ടായിരുന്നു. അവിടെ നിന്ന് നമ്മൾ 88 ആയപ്പോഴത്തേക്കും ഞാനത് കട്ടായി. അതായത് 500 രൂപയ്ക്കാണ് ഞാൻ ചാർജിങ് സെഷൻ സെറ്റ് ചെയ്തിട്ടത്. അങ്ങനെ 500 രൂപ ആയപ്പോഴത്തേക്കും അത് കട്ടായി. അങ്ങനെ 89 വരെ എനിക്ക് കിട്ടി. അവിടെ നിന്ന് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തു. ഇനി അടുത്തത് മധുരയിൽ നമുക്ക് ലഞ്ച് സമയത്ത് ചാർജിങ് പോയിന്റിൽ എവിടെയെങ്കിലും നിർത്താമെന്ന് പറഞ്ഞാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ വരെ എല്ലാവരും വെയിറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ഗംഗൈകൊണ്ട
കൊണ്ടാനിൽ ചാർജ് ചെയ്തിട്ട് അവിടുന്ന് നമ്മൾ അടുത്തത് നമ്മുടെ യാത്ര വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. ഗംഗൈക്കൊണ്ടാനിൽ നമ്മൾ എത്തിയപ്പോഴത്തേക്കും നമുക്ക് 45% ചാർജ് ബാക്കി ഉണ്ടായിരുന്നു. അവിടുന്ന് നമ്മൾ 88 ആയപ്പോഴത്തേക്കും ഞാനത് കട്ടായി. അതായത് 500 രൂപയ്ക്കാണ് ഞാൻ ചാർജിങ് സ്റ്റേഷൻ സെറ്റ് ചെയ്തിട്ടത്. അങ്ങനെ 500 രൂപ ആയപ്പോഴത്തേക്കും അത് കട്ടായി. അങ്ങനെ 89 വരെ എനിക്ക് കിട്ടി. അവിടെ നിന്ന് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തു. ഇനി അടുത്തത് മധുരയിൽ നമുക്ക് ലഞ്ച് സമയത്ത് ചാർജിങ് പോയിന്റിൽ എവിടെയെങ്കിലും നിർത്താമെന്ന് പറഞ്ഞാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ വരെ എല്ലാവരും വെയിറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.